ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം നടന്നതെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യാനുള്ളൊരു ഇതൊന്നുമില്ല. ചില പെൺകുട്ടികളോട്ട് അവന് ബന്ധമുണ്ട്, അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശുമൊക്കെ പുള്ളിക്കാർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഉപദ്രവിക്കുമെന്നൊക്കെ വീട്ടിലെ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. തിരുവനന്തപുരത്ത് കൈമനത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. 50 വയസ്സ് പ്രായമുള്ള ഷീജ എന്ന സ്ത്രീയുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ കാണുന്ന സ്ഥലത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. ഈ ഷീജ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി സജികുമാർ എന്ന ആളുമായി ബന്ധത്തിലായിരുന്നു എന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഷീജയുടെ ബന്ധു, കരിമം സ്വദേശിയായ ഷീജയുടെ ബന്ധു ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഷീജയും കരിമം സ്വദേശി തന്നെയാണ്. എന്തായാലും ഷീജയുടെ ബന്ധുവിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ചേട്ടനാണോ ആദ്യം മൃതദേഹം കാണുന്നത്? ഇല്ല, ഞാൻ പുള്ളിക്കാരുടെ അനുജനാണ്, കുഞ്ഞമ്മയുടെ മോനാണ്. അതെ. ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം നടന്നതെന്നാണ് പറയുന്നത്. എന്നെ രാവിലെ എൻ്റെ ഒരു ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഈ സംഭവം, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ആളിതാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ തൊട്ടടുത്തുള്ളൊരു കടയിലുള്ളൊരു ചേട്ടൻ ഇവളുടെ പേഴ്സും മൊബൈലും എല്ലാം കൂടെ കൊണ്ട് എൻ്റെ കയ്യിൽ തന്നത്. ഇത് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് തന്നായിരുന്നു. ഞാൻ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പേഴ്സൊക്കെ എപ്പോഴാണ് കൊണ്ടുതരുന്നത്? ഇന്നലെ രാത്രിയാണ് അവിടെ കൊടുത്തതെന്ന്, പുള്ളിയുടെ കയ്യിൽ കൊടുത്തതെന്ന് പറഞ്ഞു. അതായത് ഷീജ മുഖേന? ഷീജ നേരിട്ട് കൊണ്ട് കൊടുത്തായിരുന്നു. കാരണം പുള്ളിക്കാരനെ നമുക്ക് നേരത്തെ അറിയാം, അത് നമ്മുടെ അയൽവാസിയും കൂടെയാണ്, നമ്മൾ ചെറുതിൽ അറിയുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ തരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെന്തായാലും നമുക്ക് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യാനുള്ളൊരു ഇതൊന്നുമില്ല. എന്തായാലും സത്യം പോലീസ് കണ്ടുപിടിക്കട്ടെ. ഇവനും ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ളവനാണ് ഈ പറഞ്ഞ സജി എന്ന് പറയുന്നത്. അതെ. സജികുമാറായിട്ട് എത്ര കാലമായി ഇവിടെ താമസിക്കുന്നു? ഇവിടെ താമസമില്ല. അപ്പോൾ ഇവർ തങ്ങളിൽ ഇങ്ങനെ പുറത്ത് കാണും, അങ്ങനെ ചിലപ്പോൾ ഇവിടെ വരാറുണ്ട് എന്നൊക്കെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത് വന്നതിന് ശേഷം. അതെ. ഷീജയുടെ വീട് കരിമം അല്ലേ? കരിമം മരുതൂർ കടവ് പാലത്തിനടുത്താണ്. ഇയാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബന്ധമുണ്ടോ? നേരത്തെ ഇപ്പം വേറെ പെൺകുട്ടികളോട്ട് അവന് ബന്ധമുണ്ട്, അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശുമൊക്കെ പുള്ളിക്കാർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ പുള്ളി മാനസികമായി ഭയങ്കര സമ്മർദ്ദത്തിലായിരുന്നു. അത് ചോദിച്ചതിനൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. ഷീജ മറ്റെന്തെങ്കിലും വിഷയമുണ്ടെന്ന് വീട്ടുകാരായിട്ട് പങ്കുവെച്ചിരുന്നു? വീട്ടുകാർ ഇവനെ ഉപദ്രവിക്കുമെന്നൊക്കെ വീട്ടിലെ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നോടൊന്നും പറയില്ല, കാരണം നമ്മൾ ആദ്യം ഈ വിഷയത്തെ എതിർത്തതുകൊണ്ട് നമ്മളടുത്തൊന്നും പറയാറില്ലായിരുന്നു. അപ്പോൾ അമ്മയോടൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് പ്രശ്നങ്ങളെന്ന്. അപ്പോൾ എങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ അവൾ ആദ്യമേ ആ സമയത്ത് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു മനക്കരുത്തൊന്നും ഒരു കുട്ടിയല്ല. സജികുമാർ എങ്ങനെയുള്ള വ്യക്തിയാണ്? സജികുമാർ നേരത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്, കേസുകളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെന്തായാലും സത്യം പോലീസ് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരട്ടെ എന്ന് നമ്മൾ പറഞ്ഞത്. ഇയാൾക്ക് ഇപ്പോൾ നിലവിൽ ഓട്ടോ ഡ്രൈവറാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം നമ്മളുമായിട്ട് യാതൊരു ബന്ധവും അങ്ങനെ. ഇവിടെ കൈമനത്തായിരുന്നു. അതെ. പിന്നെ ഈ ഷീജയ്ക്ക് എത്ര വയസ്സുണ്ട്? 50 വയസ്സുണ്ട്. അതെ. ഇങ്ങോട്ട് ഈ സജികുമാറിൻ്റെ അടുത്തേക്ക് വരാറുണ്ടോ ഷീജ? വരാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. താങ്കൾ ഷീജയുടെ സഹോദരനാണ്. പേരെന്താ? എൻ്റെ പേര് സുരേഷ്. വീട് കരുമത്ത് തന്നെയാണ്. അതെ, മരുതൂർ കടവിൽ തന്നെയാണ്. ഇതിപ്പം പിന്നെ പോലീസിന് താങ്കളാണോ കംപ്ലൈൻറ്റ് കൊടുത്തത്? അതെ. അസ്വാഭാവികതയാണ്. അതെ, അസ്വാഭാവികതയുണ്ട്. എന്തായാലും ഷീജയുടെ സഹോദരൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഈ ഒരു മരണത്തിൽ അസ്വാഭാവികതയുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും പോലീസ് ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു മരണത്തിൽ അസ്വാഭാവികതയുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും തന്നെ ആരോപിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ അടുത്തുള്ള അയൽപക്കത്തുള്ള ഒരു സ്ത്രീ ഇത്തരത്തിൽ ഈ ഒരു ഷീജയുടെ നിലവിളി കേട്ടതായി പറയുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഒരു കൃത്യത ലഭിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് നാട്ടുകാർ ഇത്തരത്തിൽ ഈ ഒരു കൈമനത്തുള്ള ഈ ഒരു ആളൊഴിഞ്ഞ പറമ്പിൽ ഇത്തരത്തിൽ ഷീജ എന്ന 50 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. പോലീസ് കൂടുതൽ നടപടികളുമായും അന്വേഷണങ്ങളുമായും മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷീജയുടെ ബന്ധുവുണ്ട് ഇവിടെ.
അതുകൂടാതെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാവരും തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ ഒരു മരണത്തിനുള്ള കാരണം എന്താണ് എന്ന് വ്യക്തമാകുമെന്ന് തന്നെയാണ് പോലീസുകാരും വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.